വാണിയമ്പുഴയിലേക്കുള്ള യാത്രയാണ്. 6 വർഷം മുമ്പ് 2019 ഇവിടെ വലിയ പ്രളയം ഉണ്ടായി. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം ഒലിച്ചുപോയി. ഈ ഭാഗത്ത് ഏതാണ്ട് 4ഓളം ഭാഗങ്ങളിലായി വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, തകരപ്പെട്ടി, കുമ്പളപ്പാറ തുടങ്ങി 4 ഭാഗങ്ങളായി ഏതാണ്ട് 600ഓളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം പൂർണ്ണമായി വെള്ളത്തിൽ പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഏതാണ്ട് 100ലധികം വീടുകളാണ് ഒലിച്ചുപോയത്. അവരുടെ സങ്കടക്കാഴ്ചകൾ ആളുകൾ മറന്നുപോയിരുന്നു. ഈ ആളുകൾ മറക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ ക്രൂരം നല്ല ക്രിമിനൽ മിസ്ഗവർണൻസിന് ഉദാഹരണമാണ് ഈ പ്രദേശത്തെ ആളുകൾ. ഇപ്പോഴും ഇപ്പോൾ ഈ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് അപകടകരമായിട്ടാണ് ചങ്ങാടം വരുന്നതെന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഇതിങ്ങനെ ചങ്ങാടം കുറുകെ പോകേണ്ടി വരുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എത്രമാത്രം ഭീകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. സുബൈദത്താത്താൻ്റെ ആടിനെ വിറ്റ പണം, കുട്ടികൾ കുടുക്കയിലിട്ട പണം, അല്ലേ? ആ പണം അത്ര ആയിരക്കണക്കിന് കോടി രൂപ. വയനാട് ദുരന്തം 763 കോടി. എന്നിട്ട് പോലും വീടുകളോ പാലമോ ഇവർക്ക് ആവശ്യമായ കാര്യങ്ങളോ പോലും നിർമ്മിക്കാതെ വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ഗവൺമെന്റ്? അതാണ് വിഷയം. ചോദ്യമാണ്. പാലത്തിന്റെ കാര്യം മാത്രമല്ല, ഇനി അവരുടെ വീടുകളുടെ അവസ്ഥ നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. എന്താ പേര്? നിങ്ങൾക്കൊക്കെ അവിടെ വീടുണ്ടായിരുന്നോ? വെള്ളത്തിൽ പോയി. അതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് കാലത്തിലായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല, അപ്പൊ ഈ പിന്നെ നമ്മൾ ഈ ഗവൺമെന്റിന്റെ അടുത്ത് വീടിന് വേണ്ടിയിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, അപേക്ഷ ഒന്നും കൊടുത്തിട്ടില്ലേ? ഇതിലെ വന്ന് കയറി അങ്ങനെ ഇറങ്ങി വരും അപ്പുറത്ത് കൂടെ. ഇവരൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടോ? പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാ പഠിക്കാനൊക്കെ പോകുന്നത്? വെള്ളം കുറവാണെങ്കിൽ പോകുമല്ലോ. വെള്ളം കൂടിയാലും എന്ത് ചെയ്യും? ഇവിടെ നിൽക്കും. അന്നേരം പഠിക്കാൻ പറ്റില്ല. പിന്നെ വെള്ളം കുറയുമ്പോ പിന്നെ ഏത് ക്ലാസ്സിലൊക്കെ അവർ പഠിക്കുന്ന? 10ലും 8ലും 10ൽ പഠിക്കുന്നവർ. ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇവിടെയാ. ഈ ആനയൊക്കെ ഇറങ്ങില്ലേ ഇവിടെ? ഇവിടെ വരും. ആ, 7 ആളുകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ ഇവരുടെ മകളും മക്കളും അവരുടെ അവിടുത്തെ ഷെഡ് പൊളിഞ്ഞപ്പോ അവരും കൂടി വിടാൻ. അതുപോലെ ഒരു ടോയ്ലറ്റ് കെട്ടാനായിട്ട് കോടതിയിൽ ഇടപെടൽ നടത്തേണ്ടി ഹരിയാന ഷൗക്കത്തിന് പോണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ കുളിപ്പുറയാണെന്നേ. നമ്മുടെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കോടിക്കണക്കിന് രൂപ സർക്കാരിനെ സഹായിച്ചിട്ടും ഈ പ്രദേശവാസികളുടെ കുളിമുറിയാണത്. അല്ല, ഇവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ടാണ് അന്ന് മലയാളികൾ സഹായിച്ചത്. അതെ അതെ അതെ. പക്ഷെ ആ പണം എന്തിനു ചെലവഴിച്ചു എന്നുള്ള ചോദ്യം, ഈ അവിടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വക മാറ്റിയതടക്കമുള്ളത് ഗൗരവതരമായ വിഷയമായി വന്നു. നമസ്കാരം. നിങ്ങൾ നേരത്തെ എവിടെയായിരുന്നു താമസിക്കുന്നത്? അവിടെ വീടുണ്ടായിരുന്നോ? അടച്ചുറപ്പുള്ള വീടുണ്ടായിരുന്നു? നല്ല വീടുണ്ടായിരുന്നു? ഒലിച്ചുപോയി. അങ്ങനെ അവിടേക്ക് മാറിയത്. എന്താ പേരെന്താ? സതീഷ്. നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തില്ലേ വീടിന്? 6 വർഷമായി. നമുക്കിതൊക്കെ ഒരു മാറ്റം വരുത്തണം കേട്ടോ. ശരി, പോയി വരട്ടെ. റെഡി. ആരാ ഇവിടെ പാട്ട് പാടുന്നേ? ഞാനല്ലേ പാട്ട് പാടുന്നേ? ഇരിക്കേ. എന്താ പേര്? നീ വാ. കണ്ട മാനത്ത് കണ്ട ചക്കി പരുന്ന് പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കി പാരിന്തിന്റെ തേരോട്ടം, ചളി വെട്ടി പാറ്റി കിടക്കണ കണ്ടൻ പരല് പറയണല്ലോ, എന്തിനാടാ വെള്ളി പരല്ലേ വെള്ളത്തിന്മേലെ കളി കളിക്കുന്നു. അടിപൊളി. അപ്പൊ നിങ്ങളൊക്കെ എവിടെയാ സ്കൂളിൽ പോകുന്നേ? പോത്താല. അപ്പൊ ഈ മഴ പെയ്യുമ്പോ എന്താ ചെയ്യാ? മഴ പെയ്യുമ്പോ സ്കൂളിൽ പോകും? ഹോസ്റ്റലിലേക്ക് പോകും? ഹോസ്റ്റലാവോ? ഇല്ല, ഇവിടെ നിൽക്കും അല്ലേ? മഴ പെയ്യുമ്പോ ഇവിടെ വയ്ക്കും അല്ലേ? അടിപൊളിയായിട്ട് പാട്ട് പാടി. നല്ല പാട്ട്.
അപ്പോൾ സെറ്റ്. ആദിവാസിക്കു പകൽക്കിനക്കൊമ്പിലൊരേറുമാടം താനഭയം. കൊറ്റിനും താളില്ല, ആറ്റിലും നീരില്ല, പൂട്ടാനെരുതില്ല, പാടമില്ല. കൊറ്റിനും താളില്ല, ആറ്റിലും നീരില്ല, പൂട്ടാനെരുതില്ല, പാടമില്ല. മനുഷ്യന്മാരെ, കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ആ ആഡംബര തൊഴുത്തിൽ നിൽക്കുന്ന കന്നുകാലികളുടെ പ്രയോറിറ്റി എങ്കിലും നമുക്ക് കിട്ടാനുള്ള അവകാശം നമുക്ക് ഈ നാട്ടിലുണ്ട്. ഈ സാധു മനുഷ്യൻ പുതിയ കാലത്ത് 2025 ആണ്ടിൽ ടാർപോളിൻ ഷീറ്റ് വെച്ച് മേഞ്ഞൊരു വീട്ടിനകത്ത് 10-15 ആളുകൾ മുറികൾ പോലും വേർതിരിക്കാത്ത ഒരു വീടെന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥിതിയിൽ താമസിക്കേണ്ടി വരിക നിങ്ങൾ കാണിക്കുന്ന ക്രിമിനൽ മിസ്ഗവർണൻസ് ആണ്. നിങ്ങൾ കാണിക്കുന്ന ലാപ്സിനെ ക്രൈമെന്നല്ലാതെ ഒരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല. ഇതിന് ഈ നാട് പകരം ചോദിക്കും. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ വാണിയമ്പുഴയിലെ ഈ ടാർപോളിൻ ഷീറ്റിനടിയിൽ കഴിയുന്ന ഈ മനുഷ്യരുടെ കണ്ണുനീരിന്, മുണ്ടക്കയിലും ചൂരൽമലയിലും ഇപ്പോഴും ഒരു വർഷമായി വാടക വീടുകളിൽ കഴിയുന്ന സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്ക് ഒരു വീട് പോലും വെച്ചു കൊടുക്കാത്തതിന്, ഇവരുടെയൊക്കെ ശാപത്തിന് നിങ്ങൾ എപ്പോൾ മറുപടി പറയും? ഇതിന് കേരളം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും.